രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീഡിയോ ചെയ്ത റിപ്പോർട്ടർ ചാനൽ വീഡിയോ ചെയ്താൽ നിരന്തരം വീഡിയോ ചെയ്തപ്പം റിപ്പോർട്ടർ ചാനലിനെതിരെ ഞാനൊരു 5-6 വീഡിയോ അങ്ങോട്ട് കൊടുത്തു. നല്ല ഇളഭ്യരായി വരും. കാരണം ജനങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു, അവരെ കയ്യിൽ കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്ത് ഇൻ്റെ ചാനലിൽ എവിടെയെങ്കിലും ഞാൻ ഓരോ വീഡിയോ എടുത്ത് ഉപയോഗിച്ചത് നോക്കി. അങ്ങനെ ഒരു കൊല്ലം മുമ്പറ്റോ എടുത്ത് ഉപയോഗിച്ചൊരു ക്ലിപ്പിട്ട വീഡിയോ. ആ വീഡിയോൻ്റെ പേരിൽ എൻ്റെ NA ബ്ലോഗ് ചാനൽ റിപ്പോർട്ടർ ചാനൽ ബ്ലോക്ക് ആക്കിക്കുക. ആവിഷ്കാര സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം തൊള്ള നിറച്ച് പറയുന്ന ആൾക്കാരാണ് ഇവർ. നമ്മളൊരു സാധാരണക്കാരനായ, നമ്മളൊരു 5ാം ക്ലാസ്സുകാരനായ നമ്മളൊരു ചാനൽ റിപ്പോർട്ടർ ചാനൽ ബ്ലോക്കാക്കി ഞാൻ പുതിയ ചാനൽ തുടങ്ങി. AN ബ്ലോഗ് എന്നാണ് ചാനലിൻ്റെ പേര്. സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, സഹകരിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വിജയിപ്പിക്കുക. നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഇന്ന് ഒരു വീഡിയോ കണ്ടു. ഒന്നുമില്ല, നമ്മളെ ഈ നടിമാരെ അഴിഞ്ഞാട്ടം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ, അതും ഒരു ലേഡിയാണ് ആ വീഡിയോ ചെയ്തത്. ആ ലേഡി പറയുന്ന കുറേ കാര്യങ്ങൾ ഞാനത് കേട്ടിരുന്നു പോയി. പറഞ്ഞത് മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. എല്ലാ കാര്യങ്ങളും ആ സ്ത്രീ പറഞ്ഞ, ആ യുവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ശരിയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ആ വീഡിയോ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. നമുക്കിനി കൂടുതൽ വൈകണ്ട, വീഡിയോയിലേക്ക് പോകാം. ആളുടെ ഒരു പേക്കൂത്ത് വീഡിയോ നമുക്ക് ആദ്യം കണ്ടിട്ട് സംസാരിക്കാം. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിനെ ഡാൻസ് എന്ന് വിളിക്കണോ? എനിക്കിതിനെ ഡാൻസ് ഒന്നും വിളിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിനെ ഞാൻ പേക്കൂത്തുനിന്ന് തന്നെ വിളിക്കത്തുള്ളൂ, മറ്റൊന്നും വിളിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് നോക്കാൻ പോലും മടിയാണ്. എന്നുവെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് എന്താന്ന് നിങ്ങൾക്ക് തന്നെ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവുമല്ലോ എന്താണ്. അപ്പൊ അതിന്റെ അവിടെ നോക്കി എന്ന് പറഞ്ഞിട്ട് ഇനി വല്ല പ്രശ്നം വന്നാലോ? സോഷ്യൽ മീഡിയയിലെ കാര്യം. അപ്പൊ അവിടെ ചിലപ്പോൾ അങ്ങനെയൊക്കെ കമന്റ്സ് വരാം, അങ്ങനെയൊക്കെ ആൾക്കാർ പറയാം. അതുകൊണ്ട് മുമ്പിലേക്ക് നോക്കാൻ വയ്യ, തല കുമ്പിട്ട് ഇരിക്കേണ്ട ഒരു ഗതിയുടെ അവളുടെ ഡാൻസ് പോലും അവർക്കൊന്നും നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതിന്റെ ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക്. ഈ വക കോപ്രായങ്ങളും ഗോഷ്ടികളും അവിടെ നിന്ന് കാണിക്കുന്ന സമയത്ത് അതിന്റെ വേഷം ഇത് ഒന്നും കാണിക്കുന്നില്ല എന്നിപ്പോ ചിലപ്പോൾ നിങ്ങൾ പറയും, ഓ എന്താണ് കാണിക്കുന്നതെന്ന്. പക്ഷെ ആ വേഷവിധാനം നിങ്ങൾക്ക് അത്ര ബെറ്റർ ആയിട്ട് തോന്നി? എനിക്ക് തോന്നിയില്ല കേട്ടോ. എന്തിനാണ് ഇങ്ങനെ എക്സ്പോസ് ചെയ്തിട്ട് വരുന്നത്? ഇങ്ങനെ എക്സ്പോസ് ചെയ്തിട്ട് വന്നിട്ട് അവിടെ വന്ന് ഇങ്ങനെ കാണിച്ചു കൂട്ടിയിട്ട് വാങ്ങുന്ന ആ പൈസക്ക് എന്ത് വിലയാണുള്ളത്? ഓ പിന്നെ ആ പൈസയുടെ വിലയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പറയും പൈസക്ക് എങ്ങനെ കിട്ടിയാലും പൈസക്ക് വിലയുണ്ടെന്ന്. പക്ഷെ ഇങ്ങനെ വാങ്ങുന്ന ക്യാഷിനോട് എനിക്കൊട്ടും അഭിപ്രായമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ ഞാൻ മറ്റൊരു വീഡിയോ കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? ആ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഫ്രണ്ടിലെല്ലാം ആൾക്കാർ നിൽക്കുന്നുള്ളൂ, ബാക്കിൽ ആൾക്കാർ നിൽക്കുന്നുണ്ടോ? വെറുതെ ഒരു ആവശ്യവും ഇല്ലാതെ ബാക്കിലോട്ട് തിരിഞ്ഞ് ആ ബാക്ക് ഒന്ന് എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ അവിടെ സമാധാനമില്ല. കാരണം ക്യാമറകൾക്ക് മുന്നിലും അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിലും അതും കൂടി കാണിച്ചാലല്ലേ കാര്യമുള്ളൂ. അതിനൊക്കെ കൂടിയിട്ടാണെന്ന് തോന്നുന്നു ഇവർക്ക് ഇനോഗ്രേഷന് വരുമ്പോൾ പൈസ കൊടുക്കുന്നത്. പ്രത്യേകം പറയുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഫ്രണ്ടും ബാക്കും ഒക്കെ ഒന്ന് തിരിഞ്ഞു നിന്ന് കാണിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വെറുതെ ഒരാവശ്യമില്ല, വെറുതെ തിരിയുന്നു, വെറുതെ ഒന്ന് കൈ പിടിച്ച് ഇങ്ങോട്ട് നോക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു. ഒരാവശ്യമില്ല. അതങ്ങൾ ഇപ്പൊ എക്സ്പോസ് ചെയ്തൊന്ന് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. മറ്റൊരു വീഡിയോ കണ്ടു നോക്ക്. എങ്ങനെയുണ്ട്? നല്ല രീതിക്ക് ഡ്രസ് ഇട്ട് വരാം എന്നുള്ളതെങ്കിൽ പോലും ഇനി പുടുത്തു വന്നാലും നല്ല രീതിക്കാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിലും അവർക്കൊന്ന് ഇതിങ്ങനെ ഇറക്കിയില്ല എന്നുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. ചേച്ചി അവിടെ ഇറക്കിയിട്ട് അവിടെ കാണിച്ചാലല്ലേ കാര്യം നടക്കുള്ളൂ. അപ്പൊ പിന്നെ അവിടെ എങ്ങനെയെങ്കിലും പിടിച്ച് നടക്കുന്നതിന്റെ ഇടയിലോ അല്ലെങ്കിൽ അവരോട് ആരോടെങ്കിലും സംസാരിക്കുന്നതിന്റെ ഇടയിലോ ഒന്നും അറിയാത്ത പോലെ അവിടെ ഒന്ന് കയറി അങ്ങ് ഇറക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യം ഇപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, ചുരിദാർ ഇട്ടിട്ടുള്ള വീഡിയോയിൽ ഷോൾ ഇട്ടിട്ടുണ്ട്. നെറ്റ് പോലത്തെ ഷോളാണ്, എന്നിരുന്നാലും ഒരു ഷോൾ ഇട്ടിട്ടുണ്ട്, അവിടെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് ചേച്ചിയുടെ അടുത്ത് ക്യാമറമാൻമാരെ വന്നിട്ട് പറയുന്നത്, ചേച്ചി 1-2 പോസ് ചെയ്യുമോ എന്ന്. ചേച്ചി നേരെ പോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഷോൾ അങ്ങ് പിടിച്ചങ്ങ് കേറ്റിയിട്ട് കഴിഞ്ഞപ്പോ എന്തായി? നല്ല സീനറി ആയി. അപ്പൊ പിന്നെ പോസ് ചെയ്യാനായിട്ട് നല്ല സീനാണല്ലോ, പിന്നെ മോശമില്ലല്ലോ. ചുരിദാറിന്റെ നെക്ക് കിടക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. അവരുടെ ഇഷ്ടം എത്രത്തോളം ഇറക്കണം എന്നുള്ളത്. പക്ഷെ എന്തിനാണ് ഇങ്ങനെ മാനം വിറ്റ് ജീവിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം. ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ തെറിവുകളിൽ വരാനൊക്കെ ചാൻസ് ഉണ്ട്. ജീവിക്കുന്നു അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. ഇത്രയധികം ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും മുന്നിൽ വന്നു നിന്ന് ഈ വക കോപ്രായങ്ങളും ഗോഷ്ടികളും കാണിച്ചുകൊണ്ട് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് എന്തുവാണ്
ഇവർ കാണിച്ചു കൂട്ടുന്നത്. പണത്തിന് വേണ്ടിയിട്ട് സ്വന്തം ശരീരം വിൽക്കുന്നതിന് തുല്യം തന്നെയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ അനുശ്രീയുടെ വിഷയത്തിലാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും ഇപ്പൊ എത്തി നിൽക്കുന്നത് അന്നാരാജൻ എന്നുള്ള ഈ വ്യക്തിയിലേക്കാണ് എത്തി നിൽക്കുന്നത്. അന്നാരാജൻ മാത്രമല്ല, വേറെയും ഒരുപാട് സെലിബ്രിറ്റികളുണ്ട് ഈ കോപ്രായങ്ങൾ കാണിച്ചു നടക്കുന്നത്. ഒരാളുണ്ടായിരുന്നു, ആ ആളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകൾ നടന്നതാണ്. ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഹണി റോസിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ പക്ഷെ ഹണി റോസ് ഒന്ന് ഡ്രസ്സിംഗ് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ആ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഹണി റോസിനെയും അന്നാരാജനെയും ഞാൻ താരതമ്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഹണി റോസിനെ തന്നെയാണ് കേട്ടോ. ഹണി റോസിനെ താനിടുന്ന ഡ്രസ്സിൽ ഭയങ്കര കോൺഫിഡൻസ് ആണ്. അവിടെ ഭയങ്കര ബോൾഡായിട്ടും ഭയങ്കര ഇതിലായിരിക്കും അവിടെ ഹണി റോസ് നിൽക്കുന്നത്. അല്ലാതെ അവിടെ കുഴഞ്ഞ് മറിഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഭയങ്കര എന്തൊക്കെയുള്ളൊരു ആക്ഷൻസ് ഭാവങ്ങളുണ്ടല്ലോ, അതൊന്നും തന്നെ ഹണി റോസ് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര ബോൾഡായിട്ട് നിന്നിട്ടാണ് ഹണി റോസ് എപ്പോഴും അവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ലിച്ചി എന്ന് പറയുന്ന ഈ അന്നാരാജൻ ഉണ്ടല്ലോ, വന്ന് നിന്ന് കഴിഞ്ഞാൽ ആ ഇടുന്ന ഡ്രസ്സിൽ പോലും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിലാണ് മുഴുവൻ ഗോഷ്ഠികളും കാണിക്കുന്നത്. അത് മാത്രമല്ല, അവിടെ നിന്ന് കാണിക്കുന്ന ഒരു ആക്ഷൻസും ഭാവങ്ങളും കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു മാദകത്വം തുളുമ്പുന്ന രീതിയിലുള്ള ആക്ഷൻസ് ഭാവങ്ങളാണ് ആ നടിയുടെ ഫേസിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഈ കക്ഷിയുടെ വീഡിയോ തന്നെ എടുത്ത് ചെയ്യാനായിട്ട് കാരണം. അല്ലാതെ അവിടെ ഹണി റോസിനെ മാറ്റി വെച്ചതല്ല. ഹണി റോസിന്റെ വിഷയങ്ങൾ ഒരുപാട് ഇപ്പോൾ സോൾവ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ഇപ്പൊ എക്സ്പോസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ല വൃത്തിക്കൊക്കെ സാരി എടുത്ത് വരും, നല്ല നെറ്റ് പോലത്തെ സാരി ഒക്കെ എടുത്ത് വരും. എന്നാൽ ഒന്ന് പുറത്തിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് ഒക്കെയും. പക്ഷേ ഇവിടെ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ട് നമുക്കിവിടെ അനുശ്രീയെ കാണാനായിട്ട് സാധിക്കും. അനുശ്രീ വരുന്ന ഉദ്ഘാടന ചടങ്ങുകൾക്ക് എല്ലാത്തിനും അനുശ്രീ സാരി എടുത്തും എല്ലാം ഇപ്പോഴും നല്ല ഡ്രസ്സിങ്ങിൽ മാത്രമേ ഞാൻ അനുശ്രീനെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ വളരെ വൾഗറായിട്ടുള്ള ഒരു വേഷവും ഞാൻ അനുശ്രീയിൽ ഇതുവരെ കാണാനായിട്ട് ഇടയായിട്ടില്ല. പക്ഷേ ഡ്രസ്സിങ്ങിൽ മാത്രമല്ല, ഇപ്പോഴത്തെ അനുശ്രീയുടെ ഈ ഒരു കാര്യം അത് മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഇപ്പൊ അനുശ്രീനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കും. തീർച്ചയായും സംസാരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഉദ്ഘാടനത്തിനും കാര്യങ്ങൾക്കൊക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ കാര്യത്തിൽ വന്ന് വലിയ സെലിബ്രിറ്റി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇവർ വന്നിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ, ആ സഹായം ചെയ്യുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വരണം. അങ്ങനെയെങ്കിലും മറ്റുള്ളവർക്ക് അതൊരു മാതൃകയാവണം. ഇപ്പൊ അനുശ്രീ ചെയ്തൊരു കാര്യം എന്തായാലും ഒരു മാതൃകയാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ മറ്റുള്ളവരെല്ലാം വന്നിട്ട് ഈ എക്സ്പോസ് ചെയ്യുന്നതും ഈ ഉദ്ഘാടനത്തിന് വന്നിട്ട് ഈ ഡാൻസ് കളിക്കുന്നതും അല്ല മാതൃക. ഈ അനുശ്രീ ചെയ്ത ഈ ഒരു കാര്യം തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ഒരു മാതൃക തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലേ? ഈ വീഡിയോയിൽ ഈ യുവതി പറയുന്നത് അനുശ്രീൻ്റെ ഒരു മുമ്പ് ഒരു ഉദ്ഘാടന ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ ആ ഉദ്ഘാടന ചടങ്ങിൽ ഒരു സമ്മാന പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമ്മാനം കിട്ടിയ ആളെ വിളിച്ചു. അപ്പോൾ ഒരു പ്രായമായ ആളാണ് സമ്മാനം വാങ്ങാൻ വന്നത്. അതിനോടൊപ്പം തന്നെ വേറൊരാൾ വന്നു സമ്മാനം വാങ്ങാൻ. അപ്പോൾ സമ്മാനം കിട്ടിയത് ഈ പ്രായമായ ആൾക്കല്ല, മറ്റേ ആൾക്കാണ്. അപ്പോൾ ഈ മറ്റേ ആൾക്ക് ആ സമ്മാനം കൊടുത്തപ്പോൾ ഈ പ്രായമായ ആൾ വളരെയധികം പ്രയാസപ്പെടുന്നത് അനുശ്രീ കാണുകയാണ്. എന്നിട്ട് അനുശ്രീ ബാക്ക് പോയി നിന്നിട്ട് കണ്ണ് തുറക്കുകയാണ്, കണ്ണിൽ നിന്ന് വെള്ളം വന്നാൽ. അതിന് പിന്നെ അനുശ്രീ എന്ത് ചെയ്യും, ഒരു കൂട്ടുകാരനോട് ഒരു പരിചയക്കാരനോട് കുറച്ച് പൈസ വാങ്ങിയിട്ട് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാൻ കുറച്ച് പൈസ വാങ്ങി ആദ്യം വന്ന് മടങ്ങിപ്പോയ ആ ചേട്ടനെ വിളിച്ച് ആ കയ്യിൽ വെച്ച് കൊടുത്ത അനുശ്രീ. നല്ല ഡ്രസ്സിലാണ് വരിക അനുശ്രീ. അതിനെക്കുറിച്ചാണ് നമ്മളെ ഈ യുവതി ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട അന്നാരാജൻ്റെ കഥ നിങ്ങളൊന്നുകൊണ്ട് ആലോചിച്ച് നോക്കിയാൽ കൂട്ടരെ, മാനം പെറ്റ് ജീവിക്കാന്ന് ഇനി വേറെ പറയണോ? ഇതൊക്കെ തന്നെയല്ലേ മാനം പെറ്റ് ജീവിക്കാറുള്ളത്. അതായത് ഓഡിയൻസ് മുഴുവൻ മുന്നിലാണ്. അപ്പോൾ കൊടുക്കുക മുന്നിക്ക് തിരിച്ച് നിന്നാണ്ട് ചെയ്യേണ്ടതിന് പകരം ഇടയ്ക്കൊന്ന് ബാക്ക് കാണിച്ചു കൊടുക്കുക ഓഡിയൻസിന്. എങ്ങനെയുണ്ട്? എന്താ ഇതിൻ്റെ അർത്ഥം? ഇടയ്ക്കൊന്ന് തിരിഞ്ഞ് 2-3 വട്ടം തിരിഞ്ഞിട്ട് ബാക്ക് ഭാഗം ഓഡിയൻസിന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? ഇത് വിറ്റ് ജീവിക്കുന്നല്ലേ? അപ്പോൾ ഇത് ഈ മാനം പറ്റി ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഈ മാനം പറ്റി ജീവിക്കുന്നതിനേക്കാളും നല്ലത് വേറെ എന്തെങ്കിലും ഒരു ഏർപ്പാട് കണ്ടെത്തിയാൽ ആ പണിക്ക് പോയിക്കൂടെ? ഇത് മറ്റ് നാട്ടിലെ യുവാക്കളെ പിന്നെ ഒരുപാട് മോശപ്പെട്ട കമൻറ്റുകൾ ചെയ്യും, മോശപ്പെട്ട വർത്തമാനം പറയും, അല്ലെങ്കിൽ പോകുന്ന സമയത്ത് യുവാക്കൾ ഇറങ്ങി നിന്നിട്ട് എന്തെങ്കിലും അനാവശ്യ വാക്കുകളൊക്കെ പറയും. അതിനൊക്കെ ഒരു കാരണമാവില്ലേ? നമ്മൾ കാരണം ഉണ്ടാക്കി കൊടുക്കല്ലേ? നമ്മളെന്താ ചെയ്യേണ്ടത്? മാക്സിമം കാരണം കുറക്കാൻ നോക്കുക. ഇപ്പം എന്നാൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു യുവതി, ആ യുവതിൻ്റെ അടുത്ത് ഒരു ഏട്ടൻ വന്നിരിക്കുക. ആ ഏട്ടൻ എന്നിട്ട് ശരിക്ക് സാരി ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ്. സാരി ഇങ്ങോട്ട് താന്നിട്ട് സാരിൻ്റെ തല ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അയാൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പാടി നോക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പാടി നോക്കുക. അപ്പോൾ ഈ യുവതി ഇത് കണ്ടപ്പം ആ സാരി ഒന്ന് വലിച്ചു കൊണ്ടിട്ടാൽ മതി. ആ സാരി ഒന്ന് വലിച്ചു കൊണ്ടിട്ടാൽ മതി. അപ്പോൾ ഞാൻ ആ വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം, കാണാത്തോണ്ടെങ്കിൽ. ആ ഒരു വീഡിയോ കണ്ടല്ലോ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഈ ഒരു വീഡിയോ ആണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയുടെ ഒരു ഡെമോയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ പെൺകുട്ടി ബസ്സിലിരിക്കുകയാണ്, ഇതുപോലെ ഒരു സാരിയാണ് ഉടുത്തിരിക്കുന്നത്. തൊട്ടിപ്പുറത്ത് ഒരു പ്രായമുള്ള ഒരാള് പുള്ളി ഇരിക്കുന്നത്. അപ്പം പുള്ളി
ഈ ഒരു ഭാഗത്തേക്ക് നോക്കുന്നതായിട്ടാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത്. ആ കുട്ടിയെ ഇനിയിപ്പോൾ കുറ്റം പറയാനോ അല്ലെങ്കിൽ അയാളെ ന്യായീകരിക്കാനോ അല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് പരിഹരിക്കാവുന്ന, നമുക്ക് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ ഒരു വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം അയാൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഈ ഒരു ഭാഗത്തോട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ദേ ഈ സാധനം, ഈ ഒരു പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു പ്ലേറ്റ് പൊതുവേ നമ്മൾ സാരി ഉടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കൊക്കെ പ്ലേറ്റ് ഇങ്ങനെ വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ കൂടിയാണ് അയാൾ നോക്കുന്നതായിട്ട് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ കുട്ടിയും കാണുന്നുണ്ട്, അയാൾ നോക്കുന്നുണ്ട്, ആ കുട്ടി വീഡിയോ പിടിക്കുന്നുണ്ട്, ആ കുട്ടി അയാളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഒരു പ്ലേറ്റ് ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഈ ഒരു ഭാഗത്ത് നമ്മൾ കൈകൊണ്ടൊന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഈ ഒരു ഭാഗം കാണത്തില്ല. അപ്പം ഇങ്ങനെ ആ കുട്ടിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആ കുട്ടിക്ക് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്താൽ അയാൾ ഇതിലെ കൂടെ ഒന്നും നോക്കാൻ പോകുന്നില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്രയും വലിയൊരു കാര്യമാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ കളി, ആ പെൺകുട്ടിൻ്റെ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്ക് നോക്കണം. ആ പെൺകുട്ടിക്ക് എന്ത് ചെയ്താൽ മതി, ആ സാരി നടു വലിച്ചിട്ടാൽ ആ ഇത് കഴിഞ്ഞ് പ്രശ്നം കഴിഞ്ഞ്. അതിന് പകരം ആ പെൺകുട്ടി എന്ത് ചെയ്ത് മൊബൈൽ എടുത്തിട്ട് വീഡിയോ പിടിക്കുകയാണ്. ഇയാളിങ്ങനെ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണുകയാണ്. കാരണം വൈറലാകലായിരുന്നു ഉദ്ദേശം. ഒന്ന് വൈറലാകണം, അതായിരുന്നു ഉദ്ദേശം. ഈ വൈറലാകാൻ വേണ്ടിയിട്ട് ഇവർ വിൽക്കുന്നത് സ്വന്തം മാനാണ്. നിങ്ങളൊന്നുകൊണ്ട് ആലോചിച്ച് നോക്കി, ഇവർ വിൽക്കുന്നത് സ്വന്തം മാന. എന്നാൽ പിന്നെ ഭർത്താനോ ഭയങ്കര ഭർത്താനം വയ്ക്കാനോ അവിടെ തൊട്ടല്ലേ ഇവിടെ തോണ്ടി എന്നോട് കണ്ണോട് കാണിച്ചു, എന്നോട് കയ്യോട് കാണിച്ചു. എന്നിട്ട് അതിനുള്ള അവസരങ്ങളൊക്കെ ബല് ഉണ്ടാക്കുകയാണ്. ആദ്യം കണ്ണോട് കാണിക്കാനും കയ്യോട് കാണിക്കാനും അവിടെ തോണ്ടാനും ഇവിടെ തോണ്ടാനൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നെ അവസാനം പരാതി പറഞ്ഞു വരിക. ചിക്കിളി ഇട്ടു, ചിക്കിളി മദ്യം പറയുമ്പോൾ ചിക്കിളി കിട്ടൂലേ അതിന്. എന്നാൽ പിന്നെ ഇതൊക്കെ ശരിക്കും മറച്ചു വെച്ചിട്ട് ആരെയും കാണിക്കുന്നില്ല, എന്നെ കല്യാണം കഴിക്കണമെന്ന് മാത്രമേ ഇത് കാണിക്കണമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നടക്കണമെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പാടി വെക്കാനോ തോണ്ടാനോ അനാവശ്യം പറയാനോ വരൂല. എന്നിട്ട് ഇതിലൊക്കെ അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പം ഇന്നാൾ വന്നാൽ വെടിയില്ലേ അല്ല, ആ നടി ഇവിടെ എന്ത് ഡ്രസ്സ് ഇട്ട് നടക്കുന്നത് കണ്ടില്ലേ? സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഇപ്പം അതിൻ്റെ വീഡിയോസാണ്. എന്ത് ഡ്രസ്സ് ഇട്ടാണ് നടക്കുന്നത്. എന്നിട്ട് പരാതി, എനിക്ക് ചാറ്റ് ചെയ്തു, എനിക്ക് ചീറ്റ് ചെയ്തു എന്ന്. അതൊരു രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാഹുലോ വാസോ വേലായുധനോ മേമാരിയോ റസാക്കോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. വേറെ ആരെങ്കിലും ഒരാളുണ്ടാവും. ഈ കോലത്ത് നടന്നു കഴിഞ്ഞാൽ ചാറ്റ് ചെയ്യാൻ അവസരം കൊടുക്കണം. അപ്പം തന്നെ ബ്ലോക്കാക്കിയാൽ പോരെ. ഇവ റോഗായിട്ട് സംസാരിക്കുന്നതെന്ന് കണ്ടാൽ അപ്പം ബ്ലോക്കാക്കിയൂടെ. രണ്ടാമത് വീണ്ടും ഏതെങ്കിലും ലെവലിൽ വീണ്ടും വരികയാണെങ്കിൽ അപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് പോയി പറഞ്ഞൂടെ. അപ്പോൾ ഉദ്ദേശങ്ങൾ അതൊന്നല്ല, വൈറലാകലാണ്. ഇതിൻ്റെ പേരിൽ വൈറലാകുക. എല്ലാ ചാനലിലും ഓളെ കാണിക്കും, ഓളെ ഡ്രസ്സും കാണിക്കും. ഏതെങ്കിലും ഒരു സംവിധായകനോ നിർമ്മാതാവോ കണ്ടുകാണ്ട് ഇത് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചൊരു സിനിമയിൽ ഒരു ചാൻസ് കിട്ടി. അതിന് വേണ്ടിയിട്ടുള്ള ഉടായ്പ പരിപാടികളായിട്ടാണ് ഇവർ ഈ നടക്കുന്നത്. ഇപ്പം അന്നാരാജ്യം കാട്ടിക്കൂട്ടുന്നതിൽ എന്താപ്പാ ചെയ്തത്? ബാക്ക് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക, മുന്നിൽ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. അതും എല്ലാ ഭാഗം കാണുന്ന സൈസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരിക. എന്താണ് സംഭവിച്ചത്? മാനം വിറ്റ് ജീവിക്കന്നെ. ഇതിനേക്കാളും നല്ലത്, ഉളുപ്പില്ലാത്ത ഈ പരിപാടിക്ക് നടക്കുന്നതിനേക്കാളും നല്ലത് ആത്മഹത്യ ചെയ്യല്ല ഇവർക്കൊക്കെ നല്ലത്. നിങ്ങളൊന്നുകൊണ്ട് ആലോചിക്കുകയാണ്. ആത്മഹത്യ ചെയ്തൂടെ? മാനം വിറ്റ് ജീവിക്കണമെന്നല്ലേ. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും പാളയം ബസ് സ്റ്റാൻഡിലൂടെയും പോയാണ്ട് രാത്രി നിന്നാൽ മതി. അത്യാവശ്യം നല്ല പൈസ ഇട്ടും കാറിൽ കയറിയാണ് പോയാൽ മതി. നമ്മൾ എങ്ങനെ കാണിച്ചു നടക്കണ്ടല്ലോ ഉളുപ്പില്ലാത്ത മാർഗങ്ങൾ.